കർത്താവിന് നാം സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മുടെ യോഹന്നാൻ എഴുതിയ സുവിശേഷ പഠനം 48ാമത്തെ ക്ലാസ്സിലേക്കാണ് ഇന്ന് നമ്മളെല്ലാവരും ജോയിൻ ചെയ്തിരിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായമാണ് നമ്മുടെ പഠനഭാഗം. 47 വാക്യങ്ങളുള്ള വചനങ്ങളുള്ള സുദീർഘമായ ഒരു അധ്യായമാണ് ഇത്. അതിൻ്റെ വിഭജനം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. എന്നാൽ അതിൻ്റെ ആദ്യത്തെ 9 വചനങ്ങൾ 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെയുള്ള വചനങ്ങൾ കർത്താവായ യേശുക്രിസ്തു ചെയ്ത ഒരു അടയാളമാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ കർത്താവ് ചെയ്ത അതിശയ പ്രവൃത്തികളെ, അത്ഭുത പ്രവൃത്തികളെ, ആശ്ചര്യ പ്രവൃത്തികളെ അടയാളങ്ങൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഞാൻ ഇത് സംബന്ധിച്ച് ചില വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത ഒരു പ്രസംഗം അഥവാ നടത്തിയ ഒരു സന്ദേശം, നൽകിയ ഒരു സന്ദേശമാണ് ഇന്ന് നമ്മുടെ ഗ്രൂപ്പിലും അതിൻ്റെ കമ്മിങ് സൂൺ എന്ന് പറഞ്ഞ എൻ്റെ മകൻ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അടിമാലി ഈ ഗ്രൂപ്പിലും അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദൈവം അനുവദിച്ച എൻ്റെ സമയം ഞാൻ ഓർക്കുന്നില്ല എപ്പോഴാണെന്ന്. നാളെയോ മറ്റന്നാളോ വല്ലോ ആ മെസ്സേജ് പൂർണ്ണമായിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ്. ദയവായിട്ട് ആ വിഷയം ആ പ്രഭാഷണം ഒന്ന് കേൾക്കുന്നത് നന്നായിരിക്കും. അത് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ എന്ന വിഷയം സംബന്ധിച്ചുള്ള ഒരു ഏതാണ്ട് 1 മണിക്കൂറിലേറെ നീണ്ടു നിൽക്കുന്ന ഒരു പഠനമാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവർക്ക് തീർച്ചയായിട്ടും അത് ഒരു പ്രയോജനകരമായ സന്ദേശമായിരിക്കും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. അത് സമയം എടുത്ത് ഒന്ന് കേൾക്കുകയും നമ്മുടെ ജിജി സഹോദരൻ ചെയ്യുന്നത് പോലെ അതിൻ്റെ നോട്ട് തയ്യാറാക്കി ഒന്ന് ഗ്രഹിക്കുകയും സത്യം അറിയുകയും ചെയ്യാനായിട്ട് ഞാൻ പ്രധാനമായിട്ടും ആദ്യം തന്നെ ഒരു പ്രബോധനം പോലെ പറയുകയാണ്. ഇവിടെ ഞാൻ ആ സന്ദേശത്തിൽ പറഞ്ഞ ഒരു കാര്യം ഇവിടെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. യേശുക്രിസ്തു ചെയ്ത അതിശയ പ്രവൃത്തികളെ 3 വാക്കുകളിലാണ് വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾക്ക് അതൊന്ന് വായിച്ചിട്ട് ഈ 5-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരാം എന്ന് ഞാൻ വിചാരിക്കുക. ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം കേട്ടുകൊള്ളുവിൻ. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ കൊണ്ടും നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസ്രായനായ യേശുവിനെ ദൈവം തൻ്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. ദൈവം യേശുക്രിസ്തുവിനെ നമ്മൾക്ക് അഥവാ ജനത്തിന് കാണിച്ചു കൊടുത്ത 3 ഉപാധികളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പത്രോസ്ലീഹായുടെ കന്നി പ്രസംഗമാണിത്. അതിൽ താൻ പറയുന്ന 3 യേശുക്രിസ്തു ചെയ്ത പ്രവർത്തികളെ 3 പദങ്ങൾ കൊണ്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. 1 ശക്തികൾ, 2 അത്ഭുതങ്ങൾ, 3 അടയാളങ്ങൾ. ഞാനത് പഠന സൗകര്യത്തിന് വേണ്ടി അതിൻ്റെ ക്രമം ഒന്ന് മാറ്റി പറയാം.
ഒന്ന് ശക്തികൾ, 2 അടയാളങ്ങൾ, 3 അത്ഭുതങ്ങൾ. ഞാൻ ഇനി അതിൻ്റെ ബൈബിൾ ഉദ്ദേശിക്കുന്ന ആശയം വ്യക്തമാക്കാം. ശക്തികൾ എന്ന് പറയുന്നത് യേശുക്രിസ്തു ചെയ്ത, അല്ലെങ്കിൽ സ്ലീഹന്മാരാകട്ടെ ആരുമായിക്കൊള്ളട്ടെ, ചെയ്യുന്ന ആ അത്ഭുത പ്രവൃത്തിയിൽ വ്യാപരിക്കുന്ന ആത്മീക ശക്തി, അഭൗമമായ പ്രകൃതി അതീതമായ ശക്തിയാണ്. അപ്പൊ ആ ശക്തി കൂടാതെ ഒരു വീര്യപ്രവൃത്തി നടക്കുന്നില്ല. യേശുക്രിസ്തു ചെയ്ത, ഞാൻ അത് അടിവരയിട്ട് പറയുന്നു, യേശുക്രിസ്തു ചെയ്ത അത്ഭുത പ്രവൃത്തികളിൽ വ്യാപരിച്ചത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. അത് കർത്താവ് പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിച്ചാണ് ഒരു രോഗസൗഖ്യമാകട്ടെ, പ്രകൃതി ക്ഷോഭിക്കുമ്പോൾ അതിനെ ശാന്തമാക്കുന്നതായിട്ടാകട്ടെ, ഭൂതങ്ങളെ പുറത്താക്കുന്നതാകട്ടെ, മരിച്ചവരെ ഉയർപ്പിച്ചതാകട്ടെ, അവയിലെല്ലാം വ്യാപരിച്ച പരിശുദ്ധാത്മ ശക്തി. അതാണ് ആദ്യം പറയുന്നത്. രണ്ടാമത്, ആ ശക്തി വ്യാപരിച്ചപ്പോൾ ഉണ്ടായ ഒരു അടയാളം. അതാണ് രണ്ടാമത് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അടയാളം. ആ അടയാളം എന്തിന്റെ അടയാളമാണ്? യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ് എന്നതിന്റെ അടയാളം. ഇങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്. അപ്പസ്തലന്മാരോട് ബന്ധപ്പെട്ടാണെങ്കിൽ അപ്പസ്തലത്വത്തിന്റെ അടയാളം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, 1 കൊരിന്ത്യർ 12-ാം അധ്യായം. അപ്പോൾ പരിശുദ്ധാത്മ ശക്തി വ്യാപരിച്ചുണ്ടാകുന്ന സംഭവമാണ് അടയാളം. ആ അടയാളം വ്യക്തമാക്കുന്നത് എന്താണ്? യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ് എന്നതിന്റെ അടയാളമാണ്. മൂന്നാമത്തെ വാക്കാണ് അത്ഭുതം, അല്ലെങ്കിൽ വീര്യപ്രവൃത്തി, മിറക്കിൾ എന്ന വാക്ക് മൂന്നാമത്തെ വാക്കാണ്. സാധാരണ ഇന്ന് നമ്മൾ കേൾക്കുന്ന ഈ മിറാക്കിൾ എന്നുള്ള വാക്കാണ്. ആ മിറക്കിൾ എന്നുള്ള വാക്ക്, അത്ഭുതം എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് ദൈവാത്മാവിന്റെ ശക്തി വ്യാപരിച്ച് ഉണ്ടാകുന്ന അടയാളങ്ങൾ കാണുന്നവർക്ക്, കാണുന്നവരിൽ ജനിപ്പിക്കുന്ന വികാരമാണ്. അതാണ് അത്ഭുതം എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഏറ്റവും വലിയ അത്ഭുതം പറയാം. മരിച്ച ഒരാളിനെ യേശു കർത്താവ് ഉയർപ്പിച്ചു. അത് ആത്മശക്തിയെ വ്യാപരിച്ചു. പിന്നെ യേശുക്രിസ്തു ദൈവപുത്രനാണെന്നുള്ള അടയാളം നിമിത്തം ആ വ്യക്തി ഉയർത്തെഴുന്നേറ്റു. ആ വ്യക്തി ഉയർത്തെഴുന്നേറ്റപ്പോ കണ്ടു നിന്ന ജനങ്ങളിൽ എന്തുണ്ടായി? ഒരു വലിയ അത്ഭുതമുണ്ടായി. അവർ കണ്ണു തള്ളി ഇങ്ങനെ നോക്കുക. ഇതാണ് അത്ഭുതം. ഈ 3 വാക്കുകളുടെ നിർവചനം അതാണ് ഞാൻ ഇപ്പോൾ പറയാൻ ശ്രമിച്ചത്. അതുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ തൻ്റെ സുവിശേഷങ്ങളിൽ മറ്റൊരു വാക്കും ഉപയോഗിക്കാതെ അടയാളം എന്നുപയോഗിക്കാൻ കാരണം, തൻ്റെ ഈ സുവിശേഷം വായിക്കുന്ന എല്ലാവരും യേശുക്രിസ്തു ചെയ്ത അടയാളം നിമിത്തം എന്ത് ഗ്രഹിക്കണം? ദൈവപുത്രനാണ് എന്ന് ഗ്രഹിക്കണം. അത് ഒടുവിലത്തെ അധ്യായത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ. 20-ാം അധ്യായത്തിലുമുണ്ട്, 21-ാം അധ്യായത്തിലുമുണ്ട്. അപ്പോൾ ഇതാണ് അത്ഭുതങ്ങളുടെയും യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളുടെ ഉദ്ദേശം എന്നുള്ളത് പ്രാരംഭത്തിൽ ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയായിരുന്നു. ഇവിടെ നമ്മൾ കാണുന്നത് യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട്, എന്തായാലും ഈ ഉത്സവം നമുക്ക് പൂർണ്ണമായിട്ടും പറയാം, ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചതുപോലെ ഇത് ഒരിക്കലും പെസഹ പെരുന്നാളല്ല. പെസഹ പെരുന്നാൾ 6-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഉത്സവത്തിന് കർത്താവായ യേശുക്രിസ്തു യെരൂശലേമിൽ ചെന്നപ്പോൾ
അവിടെ കർത്താവ് ചെയ്ത അടയാളമാണ് ഈ 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നതും പഠിക്കാൻ ശ്രമിച്ചത്. ഇവിടെ ആടുകളെ വിൽക്കുന്ന ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്നു. അതെന്തിനാണെന്ന് നമ്മൾ കാണും. ആ മാർക്കറ്റിനോട് ചേർന്നുള്ള അങ്ങനെ ആ മാർക്കറ്റിന് പേര് വരാൻ കാരണം തന്നെ ആട്ടുവാതിലിന്റെ അടുത്ത് ഉള്ള മാർക്കറ്റ് ആയതുകൊണ്ടാണ്. ആടുകളെ അവിടെ വിൽക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. കാരണം ലോകത്തിന്റെ ഏതു ഭാഗത്ത് നിന്ന് വരുന്നവർക്കും അവിടെ നിന്ന് ആടിനെ വാങ്ങി ആട്ടുവാതിലിലൂടെ ആടുകളെ സൂക്ഷിക്കുന്ന ആ മാർക്കറ്റിനോട് ചേർന്നുള്ള ആട്ടുവാതിലിലൂടെ ദൈവാലയത്തിലേക്ക് പ്രവേശിച്ച് ആ ദൈവാലയത്തിൽ യാഗമർപ്പിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ഈ ആടുകളെ വിൽക്കുന്ന മാർക്കറ്റും ആട്ടുവാതിലും അവിടെ ഉണ്ടായിരുന്നത്. അവിടെ നമ്മൾ കണ്ടത് ആ സ്ഥലത്ത് ഇതിനോട് ചേർന്ന് എബ്രായ പേരിൽ ബെഥേസ്ത എന്ന എബ്രായ പേരുള്ള ഒരു കുളം അവിടെ ഉണ്ടായിരുന്നു. ആ ബെഥേസ്ത എന്ന വാക്കിന്റെ അർത്ഥവും നമ്മൾ കണ്ടു അല്ലേ? എന്താ അതിന്റെ അർത്ഥം? ബെഥേസ്ത എന്ന വാക്കിന്റെ അർത്ഥം ദ ഹൗസ് ഓഫ് മേഴ്സി, കരുണയുടെ ഭവനം എന്നാണ് ആ വാക്കിന്റെ എബ്രായ പദത്തിന്റെ അർത്ഥം. ഇവിടെ ഒരു മണ്ഡപവും ആ മണ്ഡപത്തോട് ചേർന്ന് നോക്കണം, അതിന് 5 മണ്ഡപങ്ങൾ ഉണ്ടായിരുന്നു. അവയിൽ 5 മണ്ഡപങ്ങൾ എന്ന് പറയുന്നത് ഓരോ പോർച്ചസ് ആണ്. അവിടെ ഈ മണ്ഡപങ്ങളിൽ അവിടെ സംഭവിച്ചിരുന്ന കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച അത് പറഞ്ഞു എങ്കിലും, കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞെങ്കിലും വിശദമായി നമ്മൾക്ക് ചിന്തിക്കാൻ കഴിഞ്ഞില്ല. അവിടെ ഒരു കുളമുണ്ടായിരുന്നു. ആ കുളം ആ ബെഥേസ്ത എന്ന പേരുള്ള ആ മണ്ഡപത്തോട് അഥവാ ആ എബ്രായ പേരുള്ള ആ കുളത്തിൽ രാവിലെ ഒരു ദൂതൻ ഇറങ്ങി വെള്ളം കലക്കും. വെള്ളം കലക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ വായിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നും അതിൻ്റെ അടി മുഴുവൻ ചെളിയ, അപ്പൊ ഇത് കലക്കും. അങ്ങനെയല്ല, വെള്ളം ഇളക്കുക, ആ വെള്ളത്തെ ചലിപ്പിക്കുക. ആ സമയത്ത് അവിടെ കാത്തു കിടക്കുന്ന നിരവധി രോഗികൾ, ആ രോഗികളുടെ ഒരു ലിസ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് 3-ാം വാക്യത്തിൽ. വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ, ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അടുത്ത വാചകത്തിൽ പറയുന്നുണ്ട്, ഈ ദൂതൻ ഇറങ്ങി ഈ വെള്ളം ഇളക്കുമ്പോൾ, വെള്ളം ചലിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം ഇറങ്ങുന്നവന് സൗഖ്യം വരും. ആദ്യം ആരിറങ്ങുന്നോ ആ വെള്ളത്തിലേക്ക് അവന് സൗഖ്യം വരും. ഇത് യഹൂദന്മാരുടെ പരമ്പരാഗതമായിട്ട് അവര് അനുഭവിച്ചു പോരുന്നിരുന്ന, അക്കാലത്ത് അനുഭവിച്ചു പോരുന്നിരുന്ന ഒരു സംഭവമാണ്. ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ ഇതിൻ്റെ ശാസ്ത്രീയമായ വിവരണങ്ങളൊന്നും എങ്ങും കാണുന്നില്ല. ഇത് ശാസ്ത്രീയമായ വിവരണങ്ങളൊന്നും എങ്ങും കാണുന്നില്ല. എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോക്കണം, ഈ 3-ാം വാക്യത്തിലും 4-ാമത്തെ വചനത്തിലും ബ്രാക്കറ്റിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ചിലർ ഇത് വിശ്വസിക്കുന്നില്ല.
ഒറിജിനൽ മാനുസ്ക്രിപ്റ്റിൽ ഇതില്ലായിരുന്നു എന്നാണ് ചിലരുടെ വാദം. അതുകൊണ്ട് ചിലർ ഈ ഭാഗം ഒഴിവാക്കിയാണ് ഈ ഭാഗത്തെ പഠിക്കാറ്. തികച്ചും അത് തെറ്റാണ്. ഈ ഭാഗം JND എന്ന വേർഷനിൽ അത് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ചിലത് അത് ഒഴിവാക്കിയപ്പോൾ JND എന്ന ആ വലിയ പണ്ഡിതൻ വിവർത്തനം ചെയ്ത വേർഷനിൽ ഈ വാക്യം ബ്രാക്കറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ റിവൈസ്ഡ് വേർഷനിൽ RVയിൽ അത് ബ്രാക്കറ്റിലും അല്ല കൊടുത്തിരിക്കുന്നത്, ബ്രാക്കറ്റ് ഇല്ലാതെ മറ്റു വചനങ്ങൾ എഴുതിയിരിക്കുന്നത് പോലെ തന്നെയാണ് അത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഭാഗത്തെ ചില അമിത കൃത്തിപ്പുകാർ, മോഡേണിസ്റ്റുകൾ ഈ ഭാഗം വിശ്വസിക്കുന്നില്ല. എന്നാൽ കൺസർവേറ്റീവ്സ് ആയ നമ്മൾ അക്ഷരീയമായി ബൈബിൾ ദൈവവചനമാണ് എന്ന് അക്ഷരം പ്രതി അത് സത്യമാണ് എന്ന് വിശ്വസിക്കുന്ന നമ്മളെല്ലാവരും ഈ ഭാഗത്ത് എഴുതിയിരിക്കുന്ന ഈ കാര്യം അത് അക്ഷരീയമായി വിശ്വസിക്കുന്നവരാണ്. അത് വിശ്വസിക്കേണ്ടതും ആണ്. ഇവിടെ ഈ മനുഷ്യൻ അടുത്ത് നമ്മൾ വായിക്കുന്നത് 5-ാം വാക്യത്തിൽ പറയുന്നത്, വചനത്തിൽ പറയുന്നത് 38 വർഷമായി ഒരു മനുഷ്യൻ ഈ കിണറിന്റെ കരയിൽ 38 വർഷമായിട്ട് ഒരു മനുഷ്യൻ സൗഖ്യത്തിന് വേണ്ടി വന്ന് കാത്തു കിടക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ പറയുന്നത്. ഞാൻ ഈ 5-ാം വാക്യത്തിൽ ഈ മനുഷ്യൻ കാത്തിരിക്കുന്ന കാര്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇതേ വാക്ക് സൗഖ്യം കാത്തുകൊണ്ട് കിടന്നിരുന്നു എന്ന് 3-ാം വാക്യത്തിൽ നമ്മൾ വായിച്ച ഭാഗം കണ്ടു. വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അതൊരു വലിയ സന്ദേശം നൽകുന്നതാണ്. എന്താ? മനുഷ്യൻ അവന്റെ വിടുതലിനു വേണ്ടി കാത്തുകൊണ്ട് ഇരുന്നവനാണ്. ഇവിടെ ഈ വ്യത്യസ്ത ബലഹീനരായിട്ടുള്ള ആളുകളുടെ ചില വ്യാധിക്കാരുടെ, രോഗം പിടിച്ചവരുടെ കാര്യം പറയുന്നുണ്ട്. വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ, ഇങ്ങനെയുള്ള ആളുകളുടെ ഒരു ലിസ്റ്റ് ഇവിടെ പറയുന്നുണ്ട്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ലിസ്റ്റിൽ ഈ 5-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന രോഗികളുടെ വിവരം വന്നിട്ടില്ല. എന്താ? ഇത് പക്ഷവാത രോഗിയല്ല, ഇദ്ദേഹം തളർവാദ രോഗിയാണ്. ശരീരം മുഴുവനും തളർന്ന് കിടക്കുന്ന ഒരു രോഗിയാണ് ഈ മനുഷ്യൻ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന ആശയം ഞാൻ പറയട്ടെ. ഇവർക്കാർക്കും, കേൾക്കണേ, ഇവർക്കെല്ലാവർക്കും വിടുതൽ വേണം. പക്ഷേ ഇവർക്കാർക്കും പ്രത്യേകമായ ശക്തി കൂടാതെ ഈ കിണറ്റിലിറങ്ങാൻ സാധിക്കത്തില്ല. അത് നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ അത് മനസ്സിലാവും. ഈ കിണറ്റിന്റെ കരയിൽ കിടക്കുന്നവർക്ക് അവിടെ നാം കാണുന്ന ഒരു വസ്തുതയുണ്ട്. ദൂതൻ രാവിലെ ഇറങ്ങി ഈ വെള്ളം ഇളക്കും. മലയാളത്തിൽ നല്ലൊരു വാക്ക് തന്നെ അവിടെ കൊടുത്തു. ഈ വെള്ളം ഇളക്കും. ആദ്യം ഇറങ്ങുന്നവന് സൗഖ്യം വരും എന്നാണ്. പിന്നെ ആദ്യം ഇറങ്ങിയ ആളിന്റെ പുറകെ വേറൊരാൾ ഇറങ്ങിയാൽ ഇല്ല, സൗഖ്യമില്ല.
ആദ്യം ആരിറങ്ങുന്നോ ആ ആളിന് മാത്രമേ സൗഖ്യം വരിക. ഇവിടെ വലിയൊരു സത്യമാണ്. നമ്മൾ ചിന്തിക്കണേ, എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുകയാണെന്ന് ഞാൻ വിചാരിക്കും. ഇവിടെ ഒരു വലിയ സത്യമുണ്ട്. എന്താ? ഒരു ദൂതൻ ഇറങ്ങി വെള്ളം കലക്കുന്നു, ആ വെള്ളം ഇളക്കുന്നു. ആ വെള്ളത്തിലേക്ക് ഞാൻ ഇറങ്ങിയാൽ എനിക്ക് സൗഖ്യം കിട്ടും എന്ന് അതിരുകടന്ന് വിശ്വസിക്കാത്ത ഒരാൾക്ക് ഈ വിടുതൽ അനുഭവിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞത് വ്യക്തമായെന്ന് ഞാൻ വിചാരിക്കുക. ഇവിടെ വിശ്വാസത്തിന്റെ, അമിതമായ വിശ്വാസത്തിന്റെ, അതിര് കടന്ന വിശ്വാസത്തിന്റെ ഒരു വലിയ ആശയമാണ് നമ്മൾക്കിവിടെ കാണാൻ കഴിയുന്നത്. ഞാൻ പറയട്ടെ, ഏതൊരു വ്യക്തിക്കാണെങ്കിലും അതിര് കടന്ന അമിതമായ വിശ്വാസം, ദൈവം വച്ചിരിക്കുന്ന ഏതൊരു വ്യവസ്ഥയിലും അതിര് കടന്ന വിശ്വാസമില്ലാത്ത ഒരാൾക്ക് വിടുതൽ അനുഭവിക്കുവാൻ സാധിക്കില്ല. ഞാൻ ഈ കുളത്തിൽ ഇറങ്ങിയാൽ എനിക്ക് സൗഖ്യം വരും എന്ന് അതിന് ശാസ്ത്രീയമായിട്ടുള്ള വിശദീകരണം നൽകാൻ, തെളിവെന്നല്ല എന്ന് പറയേണ്ടത്, ഇതിന് ശാസ്ത്രീയ വിശദീകരണം ഒന്നും നൽകാൻ കഴിയില്ല. പക്ഷേ അതൊരനുഭവമായിരുന്നു, അതൊരു സംഭവമായിരുന്നു. ഞാൻ ഈ ആശയം വ്യക്തമാക്കാൻ പിന്നീട് മറ്റ് ഒരു കാര്യം പറയുമ്പോൾ അത് ശരിയാകും. ഞാൻ അത് പിന്നാലെ സൂചിപ്പിക്കാം. ഈ മനുഷ്യനും ഈ വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടക്കുക മാത്രമല്ല, ഈ വെള്ളം ഇളകുന്നത് താൻ കാണുന്നുണ്ട്, തനിക്ക് മുമ്പേ പലരും ഇറങ്ങുന്നത് താൻ കാണുന്നുണ്ട്, പലരും സൗഖ്യമാകുന്നതും താൻ കാണുന്നുണ്ട്. പക്ഷേ തനിക്കിത് അനുഭവിക്കാൻ കഴിയുന്നില്ല. ഇനിയും വേറൊരു വലിയ രസാവഹമായ ഒരു ചിന്ത, ഞാനത് കരുതിക്കൂട്ടി പറഞ്ഞതാണ്. രസാവഹമായ ഒരു ചിന്ത, ഇദ്ദേഹം ജനിച്ചിട്ട് 38 വർഷമായി എന്നല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിന് 38 വയസ്സുണ്ടെന്നല്ല. പിന്നെ 5-ാം വാക്യം നോക്കി, 38 ആണ്ട് ആയിട്ട് എന്താ? രോഗാവസ്ഥയാണ്. ദേഹം രോഗിയായിട്ട് 38 ആണ്ട് ആയി. ഇനി വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം, രോഗമായിട്ട് 38 ആണ്ടായെന്ന് മാത്രമല്ല, ഇദ്ദേഹത്തെ ഈ കുളത്തിന്റെ കരയിൽ, ഇദ്ദേഹം ഈ കുളത്തിന്റെ കരയിൽ എത്തിയിട്ട് 38 ആണ്ടായി എന്നാണ് പണ്ഡിതാഭിപ്രായം. അപ്പൊ നമ്മള് ഇതിന്റെ ഒരു കണക്കെടുപ്പ് നോക്കിയേ. 38 വർഷമായി ഇദ്ദേഹം എവിടാ? ഈ ബെഥേസ്ദ കുളത്തിന്റെ കരയിൽ കിടക്കുക. അപ്പൊ യേശു ജനിച്ചപ്പോ ഇയാൾ എവിടെയുണ്ട്? കുളക്കരയിലുണ്ട്. ഈ കുളക്കരയിലുണ്ട്. യേശുവിന് ഇപ്പൊ എത്ര വയസ്സുണ്ട്? 30 വയസ്സേ ഉള്ളൂ. ആ മനുഷ്യൻ 38 വർഷമായിട്ട് ഈ കുളക്കര കിടക്കുക. ഇനി കർത്താവിനെ മാതാപിതാക്കൾ ദൈവാലയത്തിൽ കൊണ്ടുപോയി 40-ാമത്തെ ദിവസം. അപ്പോഴും ഇദ്ദേഹം ഇവിടെ ഉണ്ട്, ഈ കുളക്കരയിൽ കിടപ്പുണ്ട്. ഇനിയും 12-ാമത്തെ വയസ്സിൽ യേശുക്രിസ്തു മാതാപിതാക്കളോട് ഒന്നിച്ച് ദൈവാലയത്തിൽ പെരുന്നാളിന് പോയി. അപ്പോഴും ഇദ്ദേഹം അവിടെ ഉണ്ട്. ഇനിയും ചിന്തിച്ചേ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൽ യേശു യെരൂശലേമിൽ വന്ന് പല അത്ഭുതം ചെയ്തു, അടയാളം ചെയ്തു എന്ന് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. 2-ാം അധ്യായത്തിൽ നോക്കിയേ, 23-ാം വാക്യം, 2:23. പെസഹ പെരുന്നാളിൽ യെരൂശലേമിൽ ഇരിക്കുമ്പോൾ അവൻ ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട്. അപ്പം യേശുക്രിസ്തു യെരൂശലേം ദൈവാലയത്തില് ശുദ്ധീകരണം നടത്താൻ പ്രവേശിച്ചപ്പോഴും കർത്താവ് എന്ത് ചെയ്തു? അടയാളങ്ങൾ ചെയ്തു. അപ്പോഴും ഇദ്ദേഹം ഇവിടെ കിടപ്പുണ്ട്,
യെരുശലേമിന് തൊട്ടടുത്ത് ഈ ബെഥേസ്ദ കുളക്കരയിൽ കിടപ്പുണ്ട്. അപ്പോ വർഷങ്ങളായി യേശു ജനിച്ച കാലം തൊട്ട് ഈ മനുഷ്യൻ ഈ കുളക്കരയിൽ കിടക്കുക. എന്നാൽ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം. യേശുക്രിസ്തു ദൈവാലയത്തിൽ വന്ന് ദൈവാലയം ശുദ്ധീകരിക്കുമ്പോഴും അവിടെ ചില അടയാളങ്ങൾ ചെയ്യുമ്പോഴും ഈ മനുഷ്യൻ ഈ കുളക്കരയിലുണ്ട്. എന്നിട്ടും നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്, ഞാൻ അഡ്വാൻസ് പറയുക. എന്നിട്ടും കർത്താവ് ഇവനോട് ചെന്ന് സംസാരിക്കുമ്പോൾ കർത്താവെ എന്നെ സൗഖ്യമാക്കണമേ എന്നല്ല ഇവൻ ആവശ്യപ്പെടുന്നത്. ഇവൻ അങ്ങനെ ഒരു അപേക്ഷയല്ല കർത്താവിനോട് പറയുന്നത്. ഈ രോഗാവസ്ഥയിൽ ഈ മനുഷ്യൻ ഈ കുളത്തിൽ ഇറങ്ങാൻ കഴിയാതെ താൻ അവിടെ ആയിരിക്കുക. ഇവിടെ ഒരു വലിയ ആത്മീക സന്ദേശം, സമയം പോകുന്നുണ്ട് എങ്കിലും ഞാൻ വ്യക്തമാക്കാം. ഇവിടെ ഒരു വലിയ ആത്മീക സന്ദേശം. എന്താ ഈ മനുഷ്യന്റെ പ്രശ്നം? ഈ മനുഷ്യന്റെ മാത്രമല്ല, അവിടെ കിടക്കുന്ന വ്യാധിക്കാരുടെയും കുരുടന്മാരുടെയും മുടന്തന്മാരുടെയും ക്ഷയരോഗികളുടെയും ഒക്കെ പ്രശ്നം എന്താണെന്നറിയാവോ? ഒരു പ്രശ്നമുണ്ട്. പലവിധ രോഗികളാണ്, പക്ഷെ ഒറ്റ പ്രശ്നമുള്ളൂ. എന്തിച്ചോ? എന്താ പ്രശ്നം? കുളത്തിലിറങ്ങുക. കുളത്തിലിറങ്ങാനുള്ള ശേഷിയില്ല, കുളത്തിലിറങ്ങാനുള്ള ശക്തിയില്ല, കുളത്തിലിറങ്ങാനുള്ള ആരോഗ്യമില്ല. അപ്പോൾ ഈ കുളത്തിൽ നിന്ന് കിട്ടുന്ന സൗഖ്യം ആർക്കാണ്? കുളത്തിലിറങ്ങാൻ ശേഷിയുള്ളവർക്ക് മാത്രമേ ഈ സൗഖ്യം അനുഭവിക്കാൻ കഴിയൂ. ഇതൊരു വലിയ ആത്മീക സത്യത്തിന്റെ മകുടോദാഹരണമാണ്. നോക്കുക, റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ മനുഷ്യന്റെ ഏറ്റവും വലിയ ഗതികേട് അവന് രക്ഷിക്കപ്പെടാൻ കഴിയാത്തതിന്റെ, അവന് നീതീകരിക്കപ്പെടാൻ കഴിയാത്തതിന്റെ, അവന് ശുദ്ധനാകാൻ കഴിയാത്തതിന്റെ കാരണം അവിടെ വ്യക്തമാക്കുന്നുണ്ട്. 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ. മതി ബ്രദറെ, നാം ആരാണ്? ബലഹീനർ. കുളത്തിൽ ഇറങ്ങാനുള്ള ശക്തി ഉണ്ടോ? ഇല്ല. ശക്തിയുണ്ടോ? എന്തുകൊണ്ടാണ് മനുഷ്യന് പ്രവർത്തികൾ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയാത്തത്? പ്രവൃത്തി കൊണ്ട് നീതീകരണം അസാധ്യമാണ്. പ്രവൃത്തി കൊണ്ട് മനുഷ്യന്റെ പാപത്തിന് മോചനം അസാധ്യമാണ് എന്നതിൻ്റെ ഏറ്റവും ഉത്തമമായ ദൃഷ്ടാന്തമാണ് ഈ മനുഷ്യന്റെ ജീവിതത്തിലെ ഈ സംഭവം. കാരണം എന്താ? അവന് സൗഖ്യമില്ല, അവന് രക്ഷപ്പെടാൻ കഴിയാത്തതിന്റെ കാരണം എന്താണ്? അവൻ ബലഹീനനാണ്, അവൻ അശക്തനാണ്. ഇന്ന് എൻ്റെ ഈ സന്ദേശം ഇപ്പോൾ കേൾക്കുന്നവരും തുടർന്ന് യൂട്യൂബിൽ ശ്രദ്ധിക്കുന്നവരോടും ഞാൻ വളരെ വിനയത്തോടെ പറയട്ടെ, ശക്തിയുള്ളവർക്ക് മാത്രമേ മതം വെച്ചിരിക്കുന്ന രക്ഷ പ്രാപിക്കാൻ കഴിയൂ. മല കയറാൻ ശക്തിയുള്ളവർക്ക് മാത്രം, ഒരു ചുമടെടുക്കാൻ ബലമുള്ളവർക്ക് മാത്രം. നിങ്ങൾ ചിന്തിക്കണം, എനിക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട് പറയാനായിട്ട്. അത് എല്ലാം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് വലിയ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് നാളെ വലിയ പ്രശ്നം ഉണ്ടാകും. 5 പ്രാവശ്യം നിസ്കരിക്കുന്നവനെ രക്ഷയുള്ളൂ. അതിനുള്ള ബലം വേണം, അതിനുള്ള ആരോഗ്യം വേണം.
നടക്കാൻ കഴിയുന്നവനെ, തീർത്ഥയാത്ര ചെയ്യാൻ കഴിയുന്നവനെ മതങ്ങളുടെ രക്ഷയുള്ളൂ. തീർത്ഥങ്ങളിൽ മുങ്ങാൻ കഴിവുള്ളവന് മാത്രമേ മതങ്ങളുടെ രക്ഷയുള്ളൂ. ന്യായപ്രമാണം പറയുന്ന, പഴയ നിയമം പറയുന്ന പ്രവർത്തികളാൽ, അതാണ് പൗലോസ്ലീഹ പറഞ്ഞത്, ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല. ഇവിടെ ഒരു വലിയ ആത്മീക സത്യം ദൈവാത്മാവ് വ്യക്തമാക്കുകയാണ്. ഈ സംഭവത്തിലൂടെ പ്രവർത്തിക്കുവാൻ ശക്തിയുള്ളവന് മാത്രമേ, അതും ഇറങ്ങുവാൻ ശക്തിയുള്ളവന്, അതുപോരാ, ആദ്യം ഇറങ്ങാൻ കഴിയുന്നവന് മാത്രമേ ഇവിടെ സൗഖ്യം പ്രാപിക്കാൻ കഴിയും. ഇതാണ് മതങ്ങൾ വെച്ചു നീട്ടുന്ന, പാരമ്പര്യങ്ങൾ വെച്ചു നീട്ടുന്ന രക്ഷയുടെ സവിശേഷത. ഇതാണ്. കണ്ടോ? ഇദ്ദേഹത്തിന് മാത്രമല്ല, ഈ കുളത്തിന് കരയിൽ കിടക്കുന്ന ആർക്കും വിമോചനം ലഭിക്കുന്നില്ല. ആരെങ്കിലും ഉരുണ്ട് ചെന്ന് വീണാൽ അവർക്ക് വിടുതൽ കിട്ടുന്ന ഒരു സവിശേഷമായ സ്ഥിതിയാണ് ഇവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ സ്തോത്രം, ഞാൻ വലിയ ചില ആത്മീയ സത്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് ദൈവാത്മാവ് എൻ്റെ ചിന്തയിലേക്ക് കൊണ്ടുവന്നത്, 38 ആണ്ട് രോഗം പിടിച്ച് കിടന്ന ഈ മനുഷ്യൻ ആ കുളത്തിന്റെ കരയിൽ കിടക്കുമ്പോൾ 6-ാം വാക്യത്തിൽ വളരെ അനുഗ്രഹീതമായ ഒരു വലിയ സത്യം അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നു. ഞാൻ അവിടേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. ഈ മനുഷ്യൻ 38 വർഷമായിട്ട് അവിടെ കിടക്കുകയാണ്. ഇതുപോലെ ഒരു രോഗിയുടെ കാര്യം അപ്പോസ്തലന്മാരുടെ പ്രവർത്തികളിൽ 3-ാം അധ്യായത്തിൽ അദ്ദേഹം ഇരുന്ന മണ്ഡപം, അദ്ദേഹം ഇരുന്ന ഗോപുരം സുന്ദരമെന്ന ഗോപുരവാതിക്കലാണ്. ഇത് ബെഥെസ്ദ എന്ന എബ്രായ പേരുള്ള ആ കുളത്തിനടുക്കലാണ്, ആ മണ്ഡപത്തിലാണ് ഇദ്ദേഹം വരുന്നത്. എന്നാൽ പത്രോസും യോഹന്നാനും നിമിത്തം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യം ലഭിച്ച പിറവിയിലെ മുടന്തനായ ആ മനുഷ്യൻ ഇരുന്നത് സുന്ദരം എന്ന ഗോപുരവാതിൽക്കലാണ്. അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ടായിരുന്നു എന്നറിയാമോ? 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ ആ സുന്ദരമെന്ന ഗോപുരവാതിൽക്കൽ ഇദ്ദേഹം ഇരിക്കുന്നു. എന്നാൽ 4-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 4-ന്റെ 22-ാം വാക്യത്തിൽ ഈ അത്ഭുതത്താൽ സൗഖ്യം ലഭിച്ച മനുഷ്യന് 40-ലധികം വയസ്സുണ്ട്. അദ്ദേഹം 38 വർഷമാണ്. മറ്റേയാള് 40 വർഷത്തിൽ ഏറെ പ്രായമുള്ളയാളാണ്. എന്നാൽ ഞാൻ പറയട്ടെ, വർഷങ്ങളുടെ പാരമ്പര്യം 2 മണ്ഡപത്തിൽ കഴിഞ്ഞ ഇവർക്ക് 2 പേർക്കുമുണ്ട്. പക്ഷേ സൗഖ്യം മാത്രം കിട്ടിയില്ല. പാരമ്പര്യത്തിന് ഒരു കുറവും ഇല്ല. ഇതെവിടാ കിടക്കുന്നത്? യെരൂശലേമിലെ ബെഥെസ്ദ കുളക്കരയാണ്. മറ്റേയാൾ എവിടെയാണ്? യെരൂശലേം ദൈവാലയത്തിന്റെ ആ സുന്ദരമെന്ന ഗോപുരത്തിന്റെ നടയിലാണ്. എത്ര മനോഹരമാണ്, സുന്ദരമായ സ്ഥലമാണ്. പക്ഷേ അവിടെ കിടക്കുന്നത് പാപിയാണ്, അവിടെ കിടക്കുന്നത് രോഗിയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ എളിമയോടെ പറയട്ടെ, നിങ്ങളൊക്കെ ആയിരിക്കുന്ന, ഏതൊരു വ്യക്തി ആയിരിക്കുന്ന സ്ഥലവും എത്ര സുന്ദരമായിരുന്നാലും നിനക്ക് പാപമോചനം കിട്ടാൻ നിന്റെ പാരമ്പര്യം കൊണ്ട് സാധിക്കയില്ല.
38 വർഷമായാലും 40 വർഷമായാലും നീ എത്ര നാള് ചാകുന്നിടം വരെ അവിടെ കിടന്നാലും നിനക്ക് സൗഖ്യം വരികയില്ല, നിനക്ക് വിടുതൽ കിട്ടുകയില്ല. ദൈവത്തിന് സ്തോത്രം. കേട്ടോ? അത് തരാൻ കഴിവുള്ളവന്റെ അടുക്കൽ വരാതെ, അല്ലെങ്കിൽ അത് തരാൻ കഴിവുള്ളവൻ നിന്റെ അടുക്കൽ വരാതെ നിനക്ക് വിടുതൽ ഉണ്ടാവില്ല. കാരണം നീ ബലഹീനനാണ്. മനുഷ്യന് നൽകിയിരിക്കുന്ന, നമ്മള് റോമാലേഖനം പഠിച്ചപ്പോൾ റോമർ 5 മനുഷ്യന് നൽകിയിരിക്കുന്ന 4 പേരുകൾ: 1 ബലഹീനൻ, 2 അഭക്തൻ, 3 പാപി, 4 ദൈവത്തിന്റെ ശത്രു. നീ എത്ര കുളിച്ചാലും, നീ എത്ര പ്രയത്നിച്ചാലും, നീ എത്ര തീർത്ഥങ്ങളിൽ മുങ്ങിയാലും, എത്ര സ്ഥലത്ത് പോയാലും, കയറിയാലും ഇറങ്ങിയാലും, എന്ത് ചെയ്താലും മനുഷ്യൻ ദൈവത്തിന്റെ മുമ്പിൽ ബലഹീനനാണ്, അഭക്തനാണ്, പാപിയാണ്, ദൈവത്തിന്റെ ശത്രുവാണ്. കർത്താവ് നിന്റെ അടുക്കൽ വരാതെ നിന്റെ ഈ പ്രശ്നത്തിന് ഒരിക്കലും പരിഹാരം ഉണ്ടാകുകയില്ല. നോക്കണം, ഇവിടെ ഈ മനുഷ്യൻ ഇവിടെ ഇങ്ങനെ കഴിയാനുള്ള കാരണങ്ങളിൽ ഒന്ന് ഞാൻ ഒരു എടുത്തിയാട്ടം നടത്തി പറയട്ടെ. അതെന്റെ കൂടെ ചിന്തിക്കണം. ഇത്ര ആഴത്തിലുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരും ആ വിധത്തിൽ അത് മനസ്സിലാക്കണം. അത് ഞാൻ ലളിതമാക്കാൻ പരമാവധി ശ്രമിക്കുകയാണ്. 14-ാം വാക്യം നോക്കുക, യോഹന്നാൻ 5:14. ഇവനെ കർത്താവ് സൗഖ്യമാക്കി കഴിഞ്ഞിട്ട് ഈ മനുഷ്യനെ കർത്താവ് ദൈവാലയത്തിൽ വെച്ച് കണ്ടു. അപ്പോൾ അവനോട് കർത്താവ് പറയുന്ന വാചകമാണ് ഈ 14-ാം വാക്യത്തിൽ. സൂക്ഷ്മമായി ശ്രദ്ധിച്ചെങ്കിലേ ഞാൻ ഈ പറയുന്ന ആശയം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുള്ളൂ. നോക്കുക, അനന്തരം യേശു അവനെ ദൈവാലയത്തിൽ വെച്ച് കണ്ട് അവനോട്, നോക്കുക, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കുവാതിരിക്കുവാൻ ഇനി പാപം ചെയ്യരുത്. എന്തായി പറഞ്ഞതിന്റെ അർത്ഥം? അധികം തിന്മയായത് ഭവിക്കാതിരിക്കുവാൻ ഇനി പാപം ചെയ്യരുതെന്ന് പറഞ്ഞാൽ, ഇവൻ ഈ ബെഥെസ്ദ കുളക്കരയിൽ വരാൻ കാരണം എന്താണെന്ന് ആ വാക്യത്തിൽ എന്താ? നിനക്ക് ഈ തിന്മ ഭവിച്ചത് എന്തുകൊണ്ടാ? പാപം കൊണ്ടാ. പാപം കൊണ്ട് തന്നെയാണ്. സൗഖ്യമായി കഴിഞ്ഞപ്പോ പറഞ്ഞു, നിനക്ക് അന്ന് സംഭവിച്ച തിന്മയുണ്ടല്ലോ, അതിനേക്കാൾ വലിയ തിന്മ ഇനി വരാതിരിക്കാൻ ഇനി നീ മേലാൽ പാപം ചെയ്യരുത്. ലളിതമായിട്ട് മനസ്സിലായല്ലോ? ഇതാണ് കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം. ഇതാണ് ദൈവജനത്തിലെ വാക്കുകൾക്കെല്ലാം, വചനങ്ങൾക്കെല്ലാം അതിൻ്റെതായ അർത്ഥതലങ്ങളുണ്ട്. ഞാൻ പറയട്ടെ, ആദാം പാപം ചെയ്തത് നിമിത്തം നമ്മൾ പാപികളായി. എന്നാൽ ആദാമിന്റെ പാപം മാത്രമല്ല, അതിനെ ജന്മപാപം എന്ന് വിളിക്കാം. നമ്മളിൽ കർമ്മപാപവുമുണ്ട്. ജന്മപാപത്തിനും കർമ്മപാപത്തിനും കർത്താവ് പരിഹാരം വരുത്തി. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിച്ചവർ അധികം തിന്മയായത് ഭവിക്കാതിരിക്കുവാൻ തങ്ങളെ തന്നെ വിശുദ്ധിയിൽ സൂക്ഷിക്കുവാൻ ആവശ്യമുണ്ട് എന്ന വലിയ സന്ദേശം കൂടെ കർത്താവ് ഈ രോഗസൗഖ്യത്തിലൂടെ വ്യക്തമാക്കുന്നതായി നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമ്മൾക്ക് ഈ മനുഷ്യന്റെ സൗഖ്യത്തിലേക്ക് വരാം. അവിടെ ചില ഇദ്ദേഹത്തിന് സൗഖ്യം നൽകുന്നതിന് മുമ്പ് ചില പ്രോസസ് ഇവിടെ കാണാൻ സാധിക്കുന്നു. ആ 6-ാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഈ
യോഹന്നാൻ 5:6. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറെക്കാലമായി ഇരിക്കുന്നു എന്നറിഞ്ഞ് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. ആ സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ച ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് എൻ്റെ ഹൃദയത്തിന് കുളിർമ നൽകിയ 2 പ്രധാന കാര്യങ്ങൾ ഈ വചനത്തിന്റെ ആരംഭ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അവൻ കിടക്കുന്നത് യേശു കണ്ടു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. 2, ഇങ്ങനെ ഏറെക്കാലമായിരിക്കുന്നു എന്ന് അറിഞ്ഞു. നമ്മുടെ കർത്താവിനെ നമ്മൾ അത്രമാത്രം സ്നേഹിക്കണം. കേട്ടോ, ഈ വചനമൊക്കെ വായിക്കുമ്പോഴ് നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കണം. നമ്മുടെ കർത്താവ് കാണുന്ന കർത്താവാണ്. കർത്താവ് കാണുന്നവനാ. നോക്കണം, അവിടെ എഴുതിയിരിക്കുന്നത് അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇത് വാസ്തവത്തില് ഈ വചനം എടുത്ത് ഫ്രെയിം ചെയ്തു വയ്ക്കണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അവൻ കിടക്കുന്നത് യേശു കണ്ടു. 139 സങ്കീർത്തനം. എൻ്റെ നടപ്പ് കാണുന്നവനാണ്, എൻ്റെ കിടപ്പ് കാണുന്നവനാണ്, എൻ്റെ ഇരിപ്പ് കാണുന്നവനാണ്, എൻ്റെ എഴുന്നേൽപ്പ് കാണുന്നവനാണ് എൻ്റെ കർത്താവ്. സ്തോത്രം. നമ്മളെ പൂർണ്ണമായും കാണുന്ന ഒരു കർത്താവ്. നമ്മുടെ അവസ്ഥ എന്താണ് എന്ന് വ്യക്തമായിട്ട് അറിയുന്ന കർത്താവ്. ഞങ്ങള് അടിമാലിയിൽ വന്നിട്ട് അവിടുന്ന് ഷീബ സഹോദരിയെ കണ്ടിട്ട് മടങ്ങിപ്പോരുന്ന ആ രംഗം, ഞാന് ആ സഹോദരിയെ, ആ സഹോദരിയുടെ പേര് മനസ്സിൽ വരുമ്പോൾ, ആ സഹോദരിയോട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം എൻ്റെ മനസ്സിൽ വരുമ്പോൾ, എൻ്റെ മനസ്സിൽ വരുന്ന ചിത്രം ആ കിടപ്പാ. സ്തോത്രം. ഇന്ന് സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ അവസ്ഥ അറിയുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. വർഷങ്ങളായി ഒരു കിടക്കയിൽ എഴുന്നേൽക്കാൻ കഴിയാതെ കിടക്കുന്ന ഒരാളിന്റെ ദയനീയ സ്ഥിതി, നമ്മൾ ഈ 2 കൈയും വീശി കാലുകൾ എടുത്തു വെച്ച് അന്തരീക്ഷത്തിൽ തലയുരുട്ടി നടക്കുന്ന നമ്മൾക്കതിൻ്റെ അർത്ഥം പൂർണ്ണാവസ്ഥയിൽ അറിയാൻ സാധ്യതയില്ല. എന്നാൽ നമ്മുടെ കർത്താവ് അത് നന്നായി അറിയുന്നവനാണ്. അവൻ കിടക്കുന്നത് അവൻ കണ്ടു. ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് നഥനയേലിന്റെ ആ 47-48 വാക്യങ്ങളാണ് എന്നാണ് എൻ്റെ ഓർമ്മ. നഥനയേലിനെ കർത്താവ് കണ്ടു. നഥനയേലിനെ കണ്ടുടനെ കർത്താവ് അവനോട് പറയുകയാണ്, ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ. അവനോടൊന്നല്ല, ഒരു പരസ്യ പ്രഖ്യാപനം നടത്തുകയാണ്. ഫിലിപ്പോസാണ് നഥനയേലിന്റെ അടുക്കലേക്ക് യേശു കർത്താവിനെ ആനയിക്കുന്നത്. നഥനയേലിനെ കണ്ടപ്പോൾ ഒരു പരസ്യ പ്രഖ്യാപനം നടത്തുകയാണ്. എന്താ? ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കപടമില്ല. അവനെ കുറിച്ച് പറഞ്ഞു. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ ഈ വിഷയത്തോട് അത്ര ബന്ധം ഉള്ളതല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മളെ കണ്ടിട്ട്
നമ്മുടെ കർത്താവ് ഇങ്ങനൊരു സാക്ഷ്യം പറഞ്ഞാൽ അതിനേക്കാൾ വലിയ കാര്യം നമ്മൾക്ക് വേണം. നമ്മളെ കാണുന്ന കർത്താവ് പറയാ, ഇവന് കപടമുള്ളവനല്ല, ഇവൻ സാക്ഷാൽ ഒരു ദൈവപൈതലാണ് എന്ന് നമ്മളെ കുറിച്ച് നമ്മുടെ കർത്താവ് സാക്ഷ്യം പറയുന്നെങ്കിൽ അതിനേക്കാൾ വലിയൊരു കാര്യമില്ല പ്രിയപ്പെട്ടവരെ. സ്തോത്രം. കണ്ടോ, നഥനയേലിനെ കണ്ടിട്ട് കർത്താവിന്റെ പരസ്യ പ്രഖ്യാപനമാണ്, ഇവൻ സാക്ഷാൽ ഇസ്രായേല്യൻ, ഇവനിൽ കപടമില്ല. അപ്പോൾ നഥനയേല് തിരിച്ചൊരു ചോദ്യം ചോദിക്കുക, ഗുരു, റബി, അങ്ങനെ എവിടെ വെച്ചറിയും? അങ്ങനെ എവിടെ വെച്ചറിയും? അതിന്റെ മറുപടിയാണ് ഈ വാക്യത്തോട് കണക്ട് ചെയ്യേണ്ടത്. എന്താ മറുപടി? ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ, ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പ് നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ അറിഞ്ഞു എന്നല്ല, പിന്നെ ഞാൻ നിന്നെ കണ്ടു. ഞാൻ നിന്നെ കണ്ടു. അത്തിയുടെ കീഴിലിരിക്കുന്ന നഥനയേലിനെ യേശു കണ്ടു. ഞാൻ അന്ന് ക്ലാസ് എടുത്തപ്പോ പറഞ്ഞു ഓർക്കുന്നോ, ഞാൻ കേട്ട പ്രസംഗങ്ങളിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട അനുഗ്രഹീതനായ ഒരു ക്രിസ്തീയ പ്രസംഗകൻ ആർ കൃഷ്ണൻകുട്ടിയാണ്. അദ്ദേഹം പറഞ്ഞത്, ലിയോ നഥനയേലെ, നിന്റെ വലിയ വലിയ അപ്പൂപ്പൻ ആറാമുണ്ടല്ലോ, ആദ്യത്തെ അപ്പൻ, അവൻ പാപം ചെയ്ത് തന്റെ നഗ്നത മറയ്ക്കാൻ അത്തിയിലും അടർത്താൻ വേണ്ടി ആ അത്തിയുടെ കീഴിൽ നിൽക്കുന്ന സമയത്ത് അന്ന് ഞാൻ നിന്നെ കണ്ടതാണ്. സ്തോത്രം. ഉണ്ടോ? എന്നാൽ വേറൊരു വ്യാഖ്യാനം, അതും ഒരു വളരെ അനുഗ്രഹിക്കപ്പെട്ട വ്യാഖ്യാനം. എന്താ? സാധാരണ യഹൂദന്മാർ, ഇസ്രായേലിൽ ഏറ്റവും അധികമുള്ള വൃക്ഷങ്ങളിൽ ഒന്നാണല്ലോ അത്തിമരം. യഹൂദന്മാർ തങ്ങളുടെ ന്യായപ്രമാണം ധ്യാനിക്കുവാൻ രാവിലെ ഇരിക്കുന്നത് അത്തിയുടെ കീഴിലാണ്. അത് തുറന്നു വെച്ചവർ ആ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങൾ ശ്രദ്ധിക്കും. അപ്പോൾ കർത്താവ് പറഞ്ഞത് അതും കൂടെ ചേർത്ത് പഠിക്കണം. നീ ന്യായപ്രമാണം നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നവനാണ് ഞാൻ. കർത്താവ് പറയാണ്, ആ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു നാഥനയല്ലേ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഭൂതകാലവും വർത്തമാനകാലവും ഭാവികാലവും പൂർണ്ണമായി അറിയുന്ന ഒരു കർത്താവാണ് നമ്മൾക്കുള്ളത്. നമ്മളെ കാണുന്ന, കിടപ്പ് കണ്ടു നമ്മുടെ അവസ്ഥ കർത്താവ് കാണുന്നവനാണ്. നമുക്കത് വളരെ ആശ്വാസദായകമായ ഒരു സന്ദേശമാണ്. എൻ്റെ കർത്താവ് എൻ്റെ കിടപ്പ് കാണും. ദൈവമക്കളെ, നമ്മളൊരു രോഗക്കിടക്കയിൽ ഒരു വൈദ്യനും സഹായിക്കുവാൻ കഴിയാതെ നമ്മൾ ഒറ്റയ്ക്ക് കിടക്കുന്ന സമയത്തും നമ്മുടെ ദയനീയ സ്ഥിതി കാണുന്ന ഒരു കർത്താവ് നമ്മൾക്കുണ്ട് എന്ന ധൈര്യം പ്രാർത്ഥിക്കാനും നമ്മുടെ കർത്താവിൽ വിശ്വസിക്കാനും ആശ്രയിക്കാനും നമ്മൾക്ക് ധൈര്യം തരുന്ന ചിന്തയാണ്. ലോകത്തിൽ ആരുമില്ലാതെ വന്നാലും കർത്താവ് എൻ്റെ അവസ്ഥ അറിയുന്നു. ഇവിടെ നമ്മൾ കാണുന്ന ഒന്നാമത്തെ കാര്യം, യേശു, അവൻ കിടക്കുന്നത് യേശു കണ്ടു. രണ്ടാമത്തെ വാചകം കണ്ടു, ഏറെ കാലമായിരിക്കുന്നു എന്ന്, ഇങ്ങനെ ഏറെ കാലമായിരിക്കുന്നു എന്ന് അറിഞ്ഞു. അവൻ എത്ര വർഷമായി രോഗിയായിരിക്കുന്നു എന്ന് കർത്താവിനോട് ചോദിക്കേണ്ട കാര്യമില്ല. നമ്മുടെ രോഗത്തിന്റെ സ്ഥിതി ഒന്നും കർത്താവ് ചോദിക്കേണ്ട കാര്യമില്ല. സകലവും നന്നായി അറിയുന്നവനാണ്. നമ്മുടെ അവസ്ഥ കർത്താവ് നന്നായി അറിയുന്നവനാണ്. ഈ
സുവിശേഷം നമ്മൾ പഠിച്ചാൽ ഈ വലിയ സത്യം നമ്മൾക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്ന എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ 12-ാം വാക്യത്തിൽ ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി വായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിവജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അടുത്ത വാചകം വിടരുത്, അവനുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. സ്തോത്രം. നമുക്ക് കാര്യമുള്ളത് അവനുമായിട്ടാണ്. ആരാണ്? ആ കർത്താവിന്റെ മുമ്പിൽ സകലവും നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. കർത്താവിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. ഈ 38 ഈ ബഥേസ്ത കുളക്കരയിൽ കിടക്കുന്നവൻ യേശു കർത്താവിന്റെ ദൃഷ്ടിക്ക് മുമ്പിൽ അവനുണ്ട്. അവന് കർത്താവിന്റെ മുമ്പിൽ നിന്ന് മറഞ്ഞിരിക്കുവാൻ സാധിക്കയില്ല. അവനെ കണ്ട് കർത്താവ് അവന്റെ അടുക്കലേക്ക് ചെല്ലുന്ന രംഗമാണിത്. ഞാൻ ഈ ഭാഗത്തോട് ചേർത്ത്, ഈ ആശയത്തോട് ചേർത്തൊരു കാര്യം പറയട്ടെ. ദേഹത്തിന് ഈ കുളത്തിലിറങ്ങാൻ കഴിയുമെന്ന് മാത്രമല്ല, പിന്നീട് മറ്റൊരു സത്യം കൂടെ ഉണ്ട്. ഇയാൾക്ക് തനിയെ കർത്താവിന്റെ അടുക്കലേക്ക് ചെല്ലാനും ശക്തിയുള്ളവനല്ല. ഇതാണ് മനുഷ്യന്റെ ബലഹീനാവസ്ഥ. ഒന്ന്, അവന് സ്വയം രക്ഷിക്കപ്പെടാൻ കഴിയുകയില്ല. അവന് തനിയെ ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലുവാനും സാധിക്കയില്ല. ഇതൊക്കെ പ്രിയപ്പെട്ടവരെ, ഞാന് തനി മലയാളം ഭാഷ പറഞ്ഞാല് ടൺ കണക്കിന് വെയിറ്റുള്ള വലിയ സത്യങ്ങളായത് കേട്ടോ. മനുഷ്യൻ ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലാൻ ശ്രമിക്കുന്നത്, മനുഷ്യൻ ദൈവത്തെ പ്രാപിക്കാൻ ശ്രമിക്കുന്നത് കൂനൻ ചന്ദ്രനെ തൊടാൻ ശ്രമിക്കുന്നത് പോലെയാണ്. വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ഒരു വലിയ സത്യം, വേദപുസ്തകം മനുഷ്യന് പ്രകാശിപ്പിച്ചു നൽകുന്ന ഒരു വലിയ സത്യം, മനുഷ്യനല്ല ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലേണ്ടത്. അങ്ങനെയുള്ള ചില വചനങ്ങളുണ്ട്. ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ എന്നൊക്കെയുള്ള ചില വചനങ്ങളുണ്ട്. ആ വചനങ്ങൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ പ്രായോഗികമാക്കുവാൻ ആവശ്യമുള്ളതാണ്. എന്നാൽ ഒരു പാപി ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലാനല്ല, പാപിയുടെ അടുക്കലേക്ക് ദൈവം വരുന്ന ചരിത്രമാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. കാരണം ഒരു പാപിക്ക് താനായി തന്നെ ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുവാനുള്ള ശേഷിയില്ല, ത്രാണിയില്ല. ഞാൻ രക്ഷിക്കപ്പെട്ട കാലത്ത് വായിച്ച പുസ്തകങ്ങളിൽ ഒന്നിന്റെ കാര്യം ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയുന്ന അർത്ഥത്തിലെ മനസ്സിലാക്കാവുള്ളൂ. എല്ലാവരും പ്രസംഗിക്കുന്നതും സൺഡേ സ്കൂള് തൊട്ട് ബാലസംഘം തൊട്ട് കുഞ്ഞുങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുന്നതും എന്താ? യേശുവിനെ സ്വീകരിക്കുക, യേശുവിനെ സ്വീകരിക്കുക, യേശുവിനെ സ്വീകരിക്കുക. ഇതല്ലേ? കർത്താവിനെ സ്വീകരിക്കണം. മോനെ, മോളെ, നിനക്ക് മനസ്സുണ്ടോ? യേശുവിനെ സ്വീകരിക്കാൻ നിനക്ക് മനസ്സുണ്ടോ? പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരു വലിയ സത്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നാം ദൈവത്തെ സ്വീകരിക്കുകയല്ല, ദൈവം നമ്മളെ സ്വീകരിക്കുകയാണ്. നാം ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലുകയല്ല, ദൈവം നമ്മുടെ അടുക്കലേക്ക് വരികയാണ്. അദ്ദേഹം പല ഉദാഹരണങ്ങൾ പറഞ്ഞതിൽ എന്നെ ഏറ്റവും അധികം ചിന്തിപ്പിച്ച ഒരു ഉദാഹരണം ഞാൻ പറയാം.
ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിലെ ധൂർത്തുപുത്രന്റെ കഥയാണ്. ആ മകന് സുബോധം വന്നു, അത്രയും മതി. എന്റെ അപ്പന്റെ വീട് വിട്ടിറങ്ങിയവനാ, സകലവും നഷ്ടപ്പെടുത്തിയവനാ, ഇത്രയും മതി. ദൈവം ആഗ്രഹിക്കുന്നത്, ഒരു പാപിയിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം, ഞാൻ പാപിയാണ് എന്ന് സമ്മതിക്കുക എന്നതാണ്. കേട്ടോ, ഞാൻ പാപിയാണ് എന്നവർ സമ്മതിച്ചവന് സുബോധം വന്നു. എൻ്റെ അപ്പന്റെ വീട്, ആ വീട്ടിൽ ഇതായിരുന്നു അവന്റെ ചിന്ത, ഞാൻ എഴുന്നേറ്റ് എൻ്റെ അപ്പന്റെ അടുക്കൽ പോകും. ഞാൻ എളിമയോടെ പറയട്ടെ, ഈ മകൻ അപ്പന്റെ വീട്ടിലേക്ക് ചെന്നു. കേട്ടോ, വേഗം നിർത്താം. അപ്പന്റെ വീട്ടിലേക്ക് ചെന്നു. നിങ്ങൾ ചിന്തിക്കണം എന്നോടൊപ്പം, ഈ അപ്പൻ അവനെ സ്വീകരിച്ചില്ലായിരുന്നെങ്കിലോ? എനിക്ക് പേരുദോഷം വരുത്തി എൻ്റെ വീട്ടിൽ നിന്ന് ഉള്ളതെല്ലാം വാങ്ങിച്ചുകൊണ്ട് മുതൽ മുഴുവൻ മുടിച്ച നിന്നെ എനിക്ക് വേണ്ട എന്ന് ദൈവം പറഞ്ഞിരുന്നെങ്കിലോ? ദൈവം എന്നല്ല, പിതാവ് പറഞ്ഞിരുന്നെങ്കിലോ? ചിന്തിച്ചേ. അപ്പോൾ ആരെയാണ് സ്വീകരിക്കുന്നത്? ഇവിടെയാണ് സുവിശേഷത്തിന്റെ മഹത്വം. ഇനിയും ഞാൻ ആ ഭാഗം ഒന്ന് പെട്ടെന്ന് പറയാം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ബാക്കി വചനം എടുത്ത് വായിക്കുന്നില്ല. ദൂരത്തു വെച്ച് ഈ പിതാവ് ആ മകനെ കണ്ടു. ദൂരത്തു നിന്ന് കണ്ടു. അവൻ മകനാണെന്ന് തിരിച്ചറിഞ്ഞു. അപ്പൻ ഈ മകനെ തിരിച്ചറിഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് ഈ വീട് വിട്ടിറങ്ങിപ്പോയ എൻ്റെ മകനാണ് വരുന്ന, വിരൂപനാണ്. അവനെ കണ്ടാൽ തിരിച്ചറിയത്തില്ല. പക്ഷെ ഈ അപ്പന്റെ കണ്ണുകൾക്ക് ആ മകനെ തിരിച്ചറിയാൻ കഴിയും. ആ വരുന്നത് എൻ്റെ മകനാണ്. സംശയ ദൃഷ്ടിയോടുകൂടെയാണ്, ചിന്തയോടുകൂടെ ഈ മകൻ വരുന്നത്. പക്ഷെ ഈ അപ്പൻ എന്താ ചെയ്തത്? വൃദ്ധനായി കുഴിയിലേക്ക് കാലും നീട്ടിയിരിക്കുന്ന ഈ അപ്പന്റെ കാലുകൾക്ക് ജീവൻ വെച്ചു. അതിന് വേഗതയുണ്ടായി. അവൻ ഓടിച്ചെന്നു എന്നാണ്. അവൻ ഓടിച്ചെന്നും കെട്ടിപ്പിടിച്ചു, ചുംബനം ചെയ്തു, കാലിന് ചെരുപ്പ് കൊടുത്തു, മേൽത്തരമായ അങ്കി കൊടുത്തു, കൈക്ക് മോതിരം കൊടുത്തു. നിങ്ങൾ പറ, ആരാ സ്വീകരിച്ച്? ഇതാണ് സുവിശേഷം വെളിപ്പെടുത്തുന്നത്. നമ്മൾ സുവിശേഷം പറയുമ്പോൾ വ്യക്തമാക്കേണ്ട കാര്യം, എൻ്റെ സഹോദര, എൻ്റെ സഹോദരി, നീ എത്ര കണ്ട് പാപിയായിരുന്നാലും ഇന്ന് നിന്നെ കെട്ടിപ്പിടിച്ച് മുത്തം ചെയ്ത് സ്വീകരിക്കുവാൻ ഇഷ്ടപ്പെടുന്ന നിന്റെ അപ്പനാണ് ദൈവം. അതാണ് സുവിശേഷം. നമ്മൾ സ്വീകരിക്കുകയല്ല, നമ്മളെ സ്വീകരിക്കുക. നോക്കണം, കർത്താവ് അവന്റെ ദയനീയ സ്ഥിതി കാണുക മാത്രമല്ല, 38 വർഷമായിട്ട് ഈ മനുഷ്യൻ കിടപ്പിലായിരിക്കുന്നു എന്നുള്ളത്, ഇങ്ങനെ ഏറെക്കാലമായി ഇവൻ ഇവിടെ കിടക്കുന്നു എന്ന് കർത്താവ് അറിഞ്ഞു. നമ്മൾക്ക് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. ദൈവത്തിന് സ്തോത്രം. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം കേട്ടോ. നമ്മുടെ കിടപ്പറിയുന്ന, എത്ര കാലമായിട്ട് നമ്മൾ ഈ ദുരിതം അനുഭവിക്കുന്നു എന്നറിയുന്ന ഒരു കർത്താവ്. എന്നാൽ ഒന്നും അറിയാത്ത കുറെ ദൈവങ്ങളുടെ മുമ്പിൽ ആ മനുഷ്യൻ പോകുന്നത്. എന്തെങ്കിലും അറിയാം? ആ കല്ലിന്
ആ മണ്ണിന്, ആ വെള്ളിക്ക്, ആ പൊന്നിന്, മനുഷ്യന്റെ കൈവേലയായ ആ ഊമ വിഗ്രഹത്തിന് നമ്മളെ അറിയാൻ കഴിയുമോ? ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഞാൻ ഒരു നല്ല ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ സുവിശേഷത്തിൽ നിന്ന് യേശു കർത്താവ് അറിയുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് വേറെ കോണ്ടെക്സ്റ്റിൽ അത് ചിന്തിക്കാൻ ഞാൻ ഇപ്പോഴതങ്ങോട്ട് മാറ്റിവെക്കുകയാണ്. കർത്താവ് സകലവും അറിയുന്നവനാണ്. ഏറെക്കാലമായി കാണുന്നവൻ മാത്രമല്ല, അറിയുന്നവനാണ്. അവൻ കിടക്കുന്നത് കണ്ടു. ഏറെക്കാലമായിട്ട് അവൻ അവിടെ കിടക്കുന്നു എന്ന് യേശു ഏറെക്കാലമായി അവിടെ ആയിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞു. അവന്റെ അടുക്കൽ കർത്താവ് ചെല്ലുകയാണ്. കർത്താവിനോട് ചോദ്യം ചോദിക്കുന്നു. 3 കാര്യങ്ങൾ ആ വചനത്തിലുണ്ട്. 1, യേശു കർത്താവ് കണ്ടു, അവൻ കിടക്കുന്നത് അവൻ കണ്ടു. 2, ഏറെക്കാലമായിട്ട് അവൻ അവിടെ കിടക്കുന്നു എന്ന് യേശു അറിഞ്ഞു, കണ്ടു, അറിഞ്ഞു. 3, സ്നേഹമസൃണമായ ഒരു ചോദ്യം കർത്താവ് അവനോട് ചോദിക്കുകയാണ്. നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ട്? ഈ ചോദ്യത്തിനുള്ള മറുപടി കിട്ടിയാൽ മതി. ചോദ്യം യെസ് ഓർ നോ. കേട്ടോ? എൻ്റെ പ്രിയമുള്ളവരെ, ഒരു വലിയ സത്യം ഈ മനുഷ്യന്റെ ഉത്തരത്തിലുണ്ട്. നോക്കണം, 7-ാം വാക്യം. രോഗി അവനോട് പറയുന്നത് എന്താണെന്നറിയാമോ? യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങും. ഈ വചനം ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കറിയാമല്ലേ, പിന്നെ എന്നെത്തിനെ ചിന്തിക്കുന്നത്? നമുക്ക് നല്ലപോലെ അറിയാമല്ലോ, പിന്നെ എന്തിനാ ചിന്തിക്കുന്നത്? ആ വാക്യത്തിലൊന്ന് സൂക്ഷിച്ചു നോക്കി. യേശുവിനെ അവൻ വിളിക്കുന്ന യജമാൻ എന്നാണ്. കാരണം അങ്ങനെ വിളിക്കാനുള്ള കാരണം അവൻ ഇമ്പോർട്ടൻ്റ് ആണ്, അവൻ ബലഹീനനാണ്. ബലഹീനനായ ഒരു മനുഷ്യനെ സഹായിക്കാൻ ഒരു കൊച്ചു കുഞ്ഞ് തയ്യാറായാൽ ആ കുഞ്ഞ് ആ ആളിന്റെ യജമാനായി മാറും. അപ്പോൾ അദ്ദേഹം ഈ ചോദിക്കുന്നതിന്റെ, ഈ പറയുന്നതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഉണ്ടെന്നോ ഇല്ലെന്നോ അല്ല പറയുന്നത്. ഉത്തരം ശ്രദ്ധിച്ചോ? എന്താ? യജമാനെ എന്നെ കുളത്തിലാക്കുവാൻ ആരുമില്ല. പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ? മോനെ, നിനക്ക് എന്നെ ഈ കുളത്തിലോട്ടൊന്നാക്കാവോ? എന്നെ കുളത്തിലോട്ടിറക്കാൻ ആരുമില്ല. ഈ ഒരു വാക്യമുണ്ടല്ലോ, ഈ മനുഷ്യന്റെ ഈ ഒരു വചനമുണ്ടല്ലോ, അതെന്താ സന്ദേശം എന്നറിയാം? എന്താ സന്ദേശം? മനുഷ്യൻ അനാഥനാണ്. അവന്റെ മനസ്സിലെ ഏറ്റവും വലിയ ഭീതിതമായ ചിന്ത, അവൻ ആരുമില്ല, എനിക്കാരുമില്ല. ഓ, മനുഷ്യനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ചിന്ത ഇതാണ്, എനിക്കാരുമില്ല. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ തന്നെ ആര് വിടുവിക്കും? യോ, എനിക്കാരുമില്ല, എന്നെ സഹായിക്കാൻ ഇവിടെ ആരുമില്ല.
ഈ അനാഥത്വമാണ് ഇന്നത്തെ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് ആരുമില്ല. നിങ്ങളുടെ ചിന്തയ്ക്ക് ഞാൻ വിടുകയാണ്, പഠനത്തിന് വിടുകയാണ്. ഇനി മറ്റൊരു കാര്യം കൂടെ. ഇത്രയും ഒക്കെ കർത്താവ് പറഞ്ഞ് ചോദിച്ചിട്ടും ഇത്രയും സംഭവങ്ങൾ അവിടെ നടന്നിട്ടും ഈ മനുഷ്യൻ പറയുന്നത് എനിക്ക് സൗഖ്യം വേണം. പക്ഷേ ഏത് സൗഖ്യമാണ് എനിക്ക് വേണ്ടിയെന്നറിയാമോ? ഏത് സൗഖ്യമാണ്? ശാരീരിക സൗഖ്യം. ശാരീരിക സൗഖ്യമാണ്. എങ്ങനാ? ഈ കുളത്തിലെ സൗഖ്യമാണ്. സ്തോത്രം. ഈ കുളത്തിലിറങ്ങിയുള്ള സൗഖ്യമുണ്ട്. യേശു കൊടുക്കുന്ന സൗഖ്യമല്ല ഇവന് വേണ്ടത്. എവിടെയാ? കുളത്തിലെ സൗഖ്യം ഇപ്പോഴും അവന് വേണ്ടത്. സത്യങ്ങൾ അറിഞ്ഞു, തെറ്റാണെന്നറിഞ്ഞു, കാര്യങ്ങൾ അറിഞ്ഞു, ഈ കുളത്തിൽ സൗഖ്യമില്ല എന്നറിഞ്ഞു. ആദ്യം ചാടുന്നവന് മാത്രമേ, ആരോഗ്യമുള്ളവനെ, ബലമുള്ളവനെ ന്യായപ്രമാണം സൗഖ്യമാക്കുന്നുള്ളൂ എന്ന് അറിഞ്ഞു. എന്നിട്ടും അവന് വേണ്ട സൗഖ്യം ഏതാ? ഈ കുളത്തിലെ സൗഖ്യമാ. ഇല്ലേ? പാരമ്പര്യം വിടാൻ പറ്റുമോ? പള്ളി വിടാൻ പറ്റുമോ? ആചാരങ്ങൾ വിടാൻ പറ്റുമോ? അനുഷ്ഠാനങ്ങൾ വിടാൻ പറ്റുമോ? എനിക്ക് ഈ കുളത്തിലെ സൗഖ്യം മതിയെന്നേ. മനസ്സിലായോ? മനസ്സിലായി. ഒരു വലിയ അപാരമായ സത്യം ഇവിടെ ദൈവാത്മാവ് നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ കൊണ്ടുവരികയാണ്. സഹോദരി, സഹോദര, ഞാൻ ചോദിക്കട്ടെ, നിനക്ക് ഈ കുളത്തിലെ, നിന്റെ പാരമ്പര്യത്തിന്റെ കുളത്തിലെ സൗഖ്യമാണോ വേണ്ടത്? യേശു ക്രിസ്തു നൽകുന്ന സൗജന്യമായ സൗഖ്യമാണോ വേണ്ടത്? ഏതാണ് നിനക്ക് വേണ്ടത്? പ്രവൃത്തി കൊണ്ടുള്ള നീതീകരണമാണോ നിനക്ക് ആവശ്യം? അതോ വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന, കർത്താവായ യേശു നൽകുന്ന സൗജന്യമായ നീതീകരണമാണോ നിനക്ക് വേണ്ടത്? സുന്ദരമായ, ലളിതമായ, അത്യഗാധമായ സുവിശേഷ സത്യം വെളിപ്പെടുത്തുന്ന യേശു ചെയ്ത ഒരടയാളമാണ് ഈ ബെഥെസ്ദ കുളക്കരയിലെ ഈ തളർവാദ രോഗിക്ക് കർത്താവ് നൽകുന്ന സൗഖ്യം. ഒരു വലിയ സന്ദേശം. എനിക്കാരുമില്ല. കർത്താവ് പറയുകയാണ്, നിന്റെ അടുക്കൽ ഒരുത്തനുണ്ട്, നിന്നെ കുളത്തിലിറക്കാനല്ല, കുളത്തിലിറക്കാതെ നിനക്ക് സൗഖ്യം തരുവാൻ കഴിയുന്ന, ഇറങ്ങാതെ നിനക്ക് സൗഖ്യം തരുവാൻ കഴിയുന്ന ഒരുവൻ ഇവിടെ ഉണ്ട്. അവന്റെ പേരാണ് നസ്രയനായ യേശു. ദൈവത്തിന് സ്തോത്രം. ആയിരങ്ങൾ അല്ല, ജനകോടികൾ ഈ മഹാസത്യം മനസ്സിലാക്കാതെ നരകത്തിലേക്ക് നടന്നെടുക്കുന്നത് കാണുമ്പോൾ ഹൃദയം തകർന്ന് പ്രാർത്ഥിക്കുകയല്ലാതെ നമ്മൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എൻ്റെ സഹോദരങ്ങളെ, കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ അനുഗ്രഹീതമായ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ട് യാതൊരു പ്രവൃത്തിയും കൂടാതെ തൻ്റെ ശക്തിയാൽ നമുക്ക് സൗഖ്യം നൽകുന്ന, വിടുതൽ നൽകുന്ന, പാപമോചനം നൽകുന്ന യേശു ക്രിസ്തു ഇവിടെ ഉണ്ട്. നീ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി, എനിക്ക് മനസ്സുണ്ട് എങ്കിൽ നിന്നെ കെട്ടിപ്പിടിച്ച് ചുംബനം ചെയ്ത് അപ്പന്റെ വീട്ടിലേക്ക് ആനയിക്കുന്ന കർത്താവാണ് ഈ അനുഗ്രഹീതനായ സ്നേഹിതൻ. ഇന്നെന്റെ വചനം കേൾക്കുന്ന എല്ലാവർക്കും ആ ശുഭകരമായ അനുഭവം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.